പി രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ തൻ്റെ ജനപ്രീതി അനുദിനം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയെ കാണുവാനും കേൾക്കുവാനും മലയാളികൾക്ക് ഇപ്പോൾ വലിയ ആവേശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങളാണെങ്കിലും നിയമസഭാ പ്രസംഗങ്ങളാണെങ്കിലും പത്രസമ്മേളനങ്ങളിലെ ദൃശ്യങ്ങളാണെങ്കിലും വളരെ വേഗം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകാറുമുണ്ട്. വി ഡി സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റ് യോഗത്തിന് ശേഷം അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രസ് ബ്രീഫിംഗ് നടത്താറുണ്ട്, പത്രസമ്മേളനം നടത്താറുണ്ട്. ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും തന്നാലാവും വിധം വളരെ കൃത്യതയോടുകൂടി മറുപടി നൽകുവാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിക്കാറുമുണ്ട്. ഇന്നും പതിവ് പോലെ ക്യാബിനറ്റ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുവാൻ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ വെച്ച് തനിക്കെതിരെ മുൻ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും പി രാജീവും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യതയോടുകൂടി മറുപടി പറയുവാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ അന്തം കമ്മികളുടെ പോലും വായടഞ്ഞു പോകും എന്നതാണ് വസ്തുത. പി രാജീവും മുഹമ്മദ് റിയാസും വി ഡി സതീശൻ്റെ ചുരുക്കം വാക്കുകളിലുള്ള മറുപടി മൂലം എയർലായി എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. ഈ മറുപടികളെ ആവേശത്തോടു കൂടിയാണ് രാഷ്ട്രീയ കേരളം സ്വീകരിച്ചത് എന്ന കാര്യത്തിലും തർക്കം വേണ്ട. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് വിമർശനം ഉന്നയിച്ചത്. പബ്ലിക്കിന് തന്നെ കാണുവാനുള്ള സമയത്ത് മുൻകൂട്ടി അനുവാദം ചോദിച്ചെത്തിയ ഹിന്ദു ഐക്യവേദി നേതാക്കളെ താൻ കണ്ടതിൽ എന്താണ് തെറ്റെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ഹിന്ദു ഐക്യവേദി നേതാക്കളെ മാത്രമല്ല ഇടതു സംഘടനകളുടെ നേതാക്കളെ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റിയാസിൻ്റെ അമ്മായിയച്ഛൻ കൂടിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്കറ്റ് ഹോട്ടലിലേക്ക് കാറ് മാറിപ്പോയി RSS നേതാക്കളെ കണ്ടതുപോലെ ഒളിച്ചും പാത്തുമല്ല താൻ ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടതെന്നാണ്. മുഹമ്മദ് റിയാസിനുള്ള തൻ്റെ മറുപടി ഇതാണെന്നും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ പി രാജീവിനും വളരെ കൃത്യതയോടുകൂടിയുള്ള മറുപടിയാണ് വി ഡി സതീശൻ നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിൽ വ്യവസായ നിയമ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു പി രാജീവ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ശരീരഭാഷയെ വിമർശിച്ചുകൊണ്ട് വളരെ വ്യക്തിപരമായ ഒരു അധിക്ഷേപമാണ് പി രാജീവിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിന് വളരെ സരസമായി തന്നെ മറുപടി പറയുവാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നത് അഭിനന്ദനാർഹമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ അഗ്രസീവായി പി രാജീവിൻ്റെ അതേ തരം താഴ്ന്ന ശൈലിയിലല്ല നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. നേരെ മറിച്ച് രാജീവ് വലിയ ബുദ്ധിജീവിയാണെന്നും താനൊരു സർവ്വസാധാരണക്കാരനായ മനുഷ്യനുമാണെന്നുമായിരുന്നു വി ഡി സതീശൻ്റെ പ്രതികരണം. താൻ സങ്കടം വന്നാൽ കരയുകയും സന്തോഷം വന്നാൽ ചിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. പി രാജീവിനെ പോലെ ബുദ്ധിജീവി അല്ലാത്തതിനാലാണ് തനിക്കതിന് സാധിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതുപോലെ തന്നെ പി രാജീവ് ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പി രാജീവ് തന്നെയായിരുന്നു ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അത് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയായിരുന്നുവെങ്കിൽ ഇത്തവണ 23 തസ്തികകൾ അധികമായി സൃഷ്ടിക്കണമെന്ന് AG കേസ് ലോഡ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്ത് 12 തസ്തികകളായി അത് ചുരുക്കിക്കൊണ്ടാണ് അധിക തസ്തികകൾ സൃഷ്ടിച്ചതെന്ന് വി ഡി സതീശൻ കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്തു. മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും പി രാജീവിൻ്റെയും വാ അടപ്പിക്കുന്ന വി ഡി സതീശൻ്റെ ആ പത്രസമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി അടുത്തത് വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു. ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ്,
അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPM-ൻ്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്. പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. ഞാൻ P. രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല എൻ്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GP-മാരെയും 5 GP-മാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GP-മാരെയും 3 GP-മാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5 5 10 6 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GP-മാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിൻ്റെ അകത്തെ പ്രശ്നം, ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങളതല്ല, AG-യുടെ ഭാഗത്തു നിന്നും DGP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞ പ്രപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പോൾ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിൻ്റെ അടിത്തറ എന്താണ്?